ഹലോ അമ്മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തിപ്പുളിയാണ്. ചെറിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറുവപ്പല കൂടി ആഡ് ചെയ്യാം. ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. മത്തിന്ന് ചെറിയ മത്തിയാണ്, അത് നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ചെറിയ മത്തി നന്നാക്കി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ കൂടെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനത്തെ മത്തി കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കണേ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അമ്മാസ് വ്ളോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അതിലേക്ക് പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നവരെ ഒന്നുകൂടി ഇളക്കിയെടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടി ഞാൻ കുറച്ച് അരിയുന്നുണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായി ഇളക്കിയെടുക്കാം. തിളച്ച് വരുന്നവരെ കാത്തിരിക്കാം. പിന്നീട് അതിലേക്ക് മത്തി കഴുകി വൃത്തിയാക്കി വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ മത്തിയാണ്. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കിയ ശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പുണ്ടോ നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിലോ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി റെഡിയായി. നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.